സ്റ്റുഡൻസ്, ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു സമ്മറി നോക്കാം. അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബേസിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഐഡിയാസ് ഒക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നേച്ചർ ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് ടോട്ടലുള്ള അതിന്റെ ഫംഗ്ഷൻസും ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് അല്ലെ, ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. ഈ ഇത്രയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ. എങ്ങനെയാണ് നമുക്ക് ഒരു മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാം, എങ്ങനെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും അച്ചീവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കി. അതേപോലെ തന്നെ നമ്മൾ നോക്കിയത് എന്താണ്? effectiveness of management concerned with doing the right task, completing the activities and achieving goals. Efficiency means doing the task correctly with the minimum cost. First level നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ഓവർവ്യൂ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. മാനേജ്മെന്റിന്റെ കൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. അതേപോലെ തന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ടേം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? കറക്റ്റ് ആയിട്ട് ടാസ്ക് പഠിച്ച് മിനിമം കോസ്റ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ എന്തൊക്കെയായിരുന്നു കീ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കണം, വൈഡ് നേച്ചർ, പെർവേഴ്സീവ് ആയിരിക്കണം, അതേപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ, അതിൽ നമ്മൾ 3 ഡയമെൻഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. മാനേജ്മെന്റ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ടീമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. പെട്ടെന്നൊരു ചേഞ്ചസ് ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അഡാപ്റ്റ് ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതൊരു ടാൻജിബിൾ ഫോഴ്സ് ആണ്. മാനേജ്മെന്റ് ബേസിക് ആയിട്ട് 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഓർഗനൈസേഷണൽ, സോഷ്യൽ ആൻഡ് പേഴ്സണൽ. അപ്പൊ നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താ പറഞ്ഞത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം, പെർവേഴ്സീവ് ആയിരിക്കണം, മൾട്ടി ഡയമെൻഷണൽ ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഡൈനാമിക് ഫംഗ്ഷൻ, ടാൻജിബിൾ ഫോഴ്സ്. ഇതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗോൾസ് അല്ലെ. ഗ്രൂപ്പായിട്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി, ഇറ്റ് ക്രിയേറ്റ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ, ഇറ്റ് ഹെൽപ്സ് അച്ചീവ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എംപ്ലോയീസ് അല്ലെ. അവിടെ ഉള്ള ഓരോരുത്തരുടെയും പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അപ്പൊ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജനറിക് ആയിട്ട് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതാൻ പറ്റും? അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, ഇൻക്രീസ് എഫിഷ്യൻസി, ക്രിയേറ്റ് ഡൈനാമിക് ഓർഗനൈസേഷൻ, ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി അല്ലെ. ദെൻ നേച്ചർ. നേച്ചർ എന്താണ്? മാനേജ്മെന്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അതായത് സയൻസും ആർട്ടും പ്രൊഫഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. അതിന്റെ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഓൾദോ ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് ദീസ് 3 പാർട്സ്, പക്ഷെ ഇതെല്ലാം പ്രൊഫഷണലി ആണെങ്കിലും അതിന്റെ ഒരു എല്ലാത്തിന്റെയും ഒരു എക്സ്റ്റൻഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ നേച്ചർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു മേക്ക് ആൻ ഐഡിയ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അതായത് ഇമ്പോർട്ടൻസ് വെച്ചാൽ എന്താ ഇമ്പോർട്ടൻസ്? മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. മാനേജ്മെന്റ് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു, മാനേജ്മെന്റ് എഫിഷ്യൻസി കൂട്ടുന്നു, അതേപോലെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, ഡൈനാമിക് ഓർഗനൈസേഷൻ ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഐഡിയ ആയിട്ട് എഴുതാൻ പറ്റും.
നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആർട്ടിന്റെയും സയൻസിന്റെയും പ്രൊഫഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. പക്ഷെ ഇതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാത്തിന്റെയും ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെ. ഫംഗ്ഷൻസ് ചോദിച്ചാൽ എന്തൊക്കെ എഴുതാൻ പറ്റും? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്, ഡയറക്ടിങ്, ഇതൊക്കെ എഴുതാൻ പറ്റും. ഫീച്ചേഴ്സ് ഓൾറെഡി ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ് അല്ലെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിതെല്ലാം ഓൾറെഡി പെർവേസീവ് ആണ്, മൾട്ടി ഡയമെൻഷണൽ ആണ്. ഈ പോയിന്റ്സ് ഒക്കെ ഓരോ ഹെഡിങ്സ് ആയിട്ട് കൊടുത്ത് എഴുതാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞത് ലെവൽസ് ആണ് മാനേജ്മെന്റിന്റെ അല്ലെ. ലെവൽസ് എന്തൊക്കെയായിരുന്നു എന്ന് ഓർത്ത് നോക്കി, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. ലെവൽസ് എന്തൊക്കെയായിരുന്നു? ടോപ്പ് ലെവല്, മിഡിൽ ലെവല് അല്ലെ, ഓപ്പറേഷണൽ ലെവൽ, ഏറ്റവും ലോവർ ലെവലുള്ള ഓപ്പറേഷണൽ ലെവല്. മാനേജ്മെന്റ് ഒരു 3 ടയർ ആക്ടിവിറ്റി ആണ്. ടോപ്പ് മാനേജ്മെന്റ് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ടോപ്പ് മാനേജ്മെന്റ് എപ്പോഴും ഫ്രെയിം ചെയ്യാനായിട്ട്, നല്ല ഒബ്ജക്റ്റീവ്സും പോളിസീസും ഫ്രെയിം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ മിഡിൽ മാനേജ്മെന്റ് എന്താ അറ്റംപ്റ്റ് ചെയ്യുന്നത്? ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അത് അവര് ടോപ്പ് മാനേജ്മെന്റ് പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ ഓപ്പറേഷൻ ലെവലിലുള്ളവർ ആ വർക്ക് ചെയ്യാനായിട്ട് അല്ലെ. ഓപ്പറേഷൻ ലെവൽ മാനേജ്മെന്റ് എഫേർട്ട് വെച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് മെഷർ ചെയ്യപ്പെടുന്നത്. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്. അവരാണ് ശരിക്കും ടാസ്ക് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ലെവലിലുള്ളവർ. സോ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് ഏരിയ. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഉറപ്പായിട്ടും. അപ്പം ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ്. ദെൻ ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എന്താ തുടങ്ങിയത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. എസ്എ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. സോ ഓൾ മാനേജേഴ്സ് പെർഫോം ദ ഫോളോയിങ് ഇന്റർറിലേറ്റഡ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പാർട്ട്, ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഇറ്റ്സ് അബൌട്ട് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്തുകൊണ്ടാണ് ഒരു ഫംഗ്ഷൻ ആയിട്ട് വരാത്തതെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് വരാത്തത്? കോർഡിനേഷൻ വരാത്തത് എല്ലാത്തിലും കോർഡിനേഷൻ വരുന്നുണ്ട്. പ്ലാനിങ്ങിൽ കോർഡിനേഷൻ വേണം, ഓർഗനൈസിംഗിൽ കോർഡിനേഷനും വേണം. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്തെന്നാണ് അറിയപ്പെടുന്നത്? This known as essence of management, process of achieving unity of action among interdependent activities and departments of an organization. എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ പ്രോസസ്സ്, അതായത് എല്ലാത്തിലും ഒരു യൂണിറ്റി കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ടാണ് കോർഡിനേഷൻ എന്തെന്നറിയപ്പെടുന്നത്? എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. സോ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ സമ്മറി എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ്, എന്താണ് മാനേജ്മെന്റ് നമ്മൾ നോക്കി, ഡെഫിനിഷൻസ്, കോർഡിനേഷന്റെയും മാനേജ്മെന്റിന്റെ ഒക്കെ ഡെഫിനിഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതൊക്കെ നിങ്ങൾ ഗ്രാസ്പ് ചെയ്ത് വെക്കണം. ബിക്കോസ് അതിൽ നിന്നൊക്കെ ഡെഫിനിഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ലെവൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ നോക്കി, ഫങ്ഷൻസ് നോക്കി, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, നേച്ചർ, ഇതൊക്കെ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ്. സോ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻസിന് ഏകദേശം എങ്ങനെയാ ചോദിക്കാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ഓർഡർ ടു ബി സക്സസ്ഫുൾ an organization must change its goals according to the needs of the environment. Which characteristics of management is highlighted in this statement? ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ക്യാരക്ടേഴ്സിന്റെ അകത്തുനിന്ന് ഒരു പോയിന്റ് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷൻസും ഓരോ ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. ഇവിടെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? എന്തായിരിക്കും? ഡൈനാമിക് ആണ്, ഫ്ലെക്സിബിൾ, ഡൈനാമിക് ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ ഫീച്ചർ ആണ് അവിടെ വരുന്നത്. അത് ഏത് എൻവയോൺമെന്റും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വന്ന കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനകത്തുള്ള പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറിനെ കുറിച്ചാണ്. സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഓരോ ഓർഗനൈസേഷന് ചേഞ്ചസ് വരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്നതിന് ഒരു ഫീച്ചർ? ഇപ്പം സ്കിൽഫുൾ, ക്രിയേറ്റിവിറ്റി വളരെയധികം വേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏത് നേച്ചറിൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്, എക്സ്റ്റൻഷൻ ഓഫ് ആർട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഇപ്പൊ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കിട്ടും. വളരെ സിമ്പിൾ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കൂ. മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ഈസ് കോൾഡ് വാട്ട്? ഇതിന് എന്താ പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫങ്ഷൻസ് എന്നൊരു ഉത്തരം വരില്ല എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് എക്സെട്ര. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ഈസ് കോൾഡ്. അത് അവിടെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ്? മാനേജ്മെന്റ് ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ വരുന്നത്. സോ നിങ്ങൾ ഇന്റർകണക്ട് ചെയ്ത് പഠിക്കുക. ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, സ്റ്റാഫിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന്റെ ഫീച്ചർ ലെവലിൽ വരുമ്പോഴത്തേക്കും മാനേജ്മെന്റിന്റെ പ്രോസസ് ആയിട്ട് വരും ഈ പറയുന്ന ഫങ്ഷൻസ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ലെവലിൽ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ഡയഗ്രാം തന്നിട്ട് ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടെ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് തന്നിട്ടുണ്ട്. സോ ഐഡന്റിഫൈ ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. എന്താ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്? സിമ്പിൾ അല്ലേ? ഫങ്ഷൻസ് ആണ് അല്ലേ? പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. മാനേജ്മെന്റ് ഷുഡ് ഹാവ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളേജ്, അവിടെ തന്നെ ഉത്തരവുണ്ട്. സിസ്റ്റമാറ്റിക്, സിസ്റ്റമൈസ്ഡ്. അപ്പൊ അവിടെ തന്നെ എന്തായിരിക്കും? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ക്വസ്റ്റ്യൻ കണ്ടോ? മാനേജ്മെന്റ് ഷുഡ് ഹാവ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ആൻഡ് ഷുഡ് എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഐഡന്റിഫൈ ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഈസ് എ സയൻസ്. അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് അതിനുള്ള ഉത്തരവുണ്ട്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നമ്മൾ മാനേജ്മെന്റ് സയൻസ് പഠിച്ചപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദെൻ മാനേജ്മെന്റ് ഷുഡ് ഹാവ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. ഓക്കെ, അതിനെ ഒന്നും കൂടെ ഒന്ന് ഷുവർ ആക്കാൻ വേണ്ടിയിട്ടാണ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Principles of management is applied to all type of activities. All type of activities principles apply ചെയ്യുന്നു. ഇത് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആണ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ ആണ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പോയിന്റ്. അതായത് ഈ ലോകത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നത് എല്ലാം ഒരുപോലെയാണ്. വിച്ച് ഇസ് മാനേജ്മെന്റ് ഇസ് യൂണിവേഴ്സൽ. പക്ഷെ ഓരോന്നും ഡിഫറെന്റ് രീതിയിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ദെൻ ഗുഡ് മാനേജേഴ്സ് റിക്വയർ കണ്ടിന്യൂസ് പ്രാക്ടീസ് ആൻഡ് പേഴ്സണൽ സ്കിൽസ്. പ്രാക്ടീസ് ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് കൺസെപ്റ്റ് റെഫർ ടു ദിസ് കോണ്ടെക്സ്റ്റ്. എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മാനേജേഴ്സ് റിക്വയർ കണ്ടിന്യൂസ് പ്രാക്ടീസ് ആൻഡ് പേഴ്സണൽ സ്കിൽസ്. എന്തിന്റെ ആയിരിക്കും? കൺസെപ്റ്റ് ആയിരിക്കും. പ്രൊഫഷൻ. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കണ്ടിന്യൂസ് പ്രാക്ടീസും പേഴ്സണൽ സ്കിൽസും വേണം എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അമീന, who is working as the MD of a company, comes under which level management? MD എന്ന് പറയുന്ന മാനേജ്മെന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷൻ എവിടെ ഏത് ലെവലിലുള്ളതാണ്? ടോപ്പ് ലെവലിലുള്ളതാണ് അല്ലേ? സോ വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ടു മീറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം, ദ മാനേജ്മെന്റ് ഓഫ് BPL Limited offer employment to physically challenged persons. Identify the organizational objective. അതായത് ഒരു ഫേമിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു BPL Limited എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡോ എന്തെങ്കിലും രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തു. എന്താണ് അവിടെ പറയുന്നത്? സോഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സോഷ്യൽ സർവീസസ് ചെയ്യാൻ പറ്റും. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? Then almost all universities conduct several courses on management subject. So numerous research studies are still going on this subject. Identify the concept. Management as a discipline. അതായത് ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി ദെയർ. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ വേറെ ഓപ്ഷൻസ് നോക്കൂ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദി ഫോളോയിങ്. ചീഫ് എക്സിക്യൂട്ടീവ്, MD, ഫോർമാൻ, ജനറൽ മാനേജർ. എന്തായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ്? ഇപ്പൊ നിങ്ങൾക്കത് കാണുമ്പോഴറിയാം ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ടോപ്പ് ലെവലാണ്, അല്ലെങ്കിൽ MD ടോപ്പ് ലെവലാണ്, ജനറൽ മാനേജർ ടോപ്പ് ലെവൽ വരും. അപ്പൊ ഫോർമാൻ ആണ് ആൻസർ. ബാക്കിയെല്ലാം ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ടീംസ് ആണ്. പിന്നെ വിച്ച് ലെവൽ മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് പോളിസീസ്, പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. സിമ്പിൾ അല്ലേ? ഏത് ലെവൽ മാനേജ്മെന്റ് ആണ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. പിന്നെ ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്
പർച്ചേസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, MD. ബാക്കി എല്ലാ മാനേജേഴ്സ് ആണ്. MD മാത്രം ടോപ്പ് ലെവലിൽ വരുന്ന വ്യക്തിയാണ്. Then policy formulation is the function of. പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? പ്ലാനിങ്, സ്റ്റാഫിംഗ്, കോപ്പറേറ്റിംഗ്, കൺട്രോളിംഗ്. ഇതിലേതാ ഫംഗ്ഷൻ അല്ലാത്തത്? കോപ്പറേഷൻ അല്ലേ? നമുക്കറിയാമല്ലേ, കോപ്പറേറ്റിംഗ് എസൻസ് ഓഫ് കോപ്പറേഷൻ ഈസ് എസൻസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി സ്റ്റേറ്റ്മെന്റ് മാനേജ്മെന്റ് ഈസ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്? സോ നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് വായിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതും? ഇപ്പൊ ഒരു സമ്മറി ഓഫ് ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ഐഡിയ. ഇത്രയും പോരാ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക. വാട്ട് ഈസ് മാനേജ്മെന്റ്? Then management is both art and science. അതിന്റെ എക്സ്പ്ലനേഷൻ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക. അപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് രണ്ടും എഴുതി കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഒരു ഫസ്റ്റ് ലെവൽ ഒരു 2-3-4 ലൈൻസിൽ ഒരു മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊരു 2-3 ഇൻട്രൊഡക്ഷൻ. ദെൻ ഈ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. അതിന്റെ ഉത്തരം എഴുതുക. എന്താണ് ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്? സയൻസ് ആകുമ്പോഴത്തേക്കും ആ പോയിന്റ്സ് എഴുതിയാൽ മതി. സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് എഴുതാം. അതേപോലെ തന്നെ മാനേജ്മെന്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സൽ എന്നുള്ളത് എഴുതാം. മാനേജ്മെന്റ് ആർട്ട് ആവുന്നത് എപ്പോഴാണ്? ഇറ്റ് റിക്വയർ സ്പെസിഫിക് സ്കിൽസ്, എക്സ്പീരിയൻസ് വേണ്ടപ്പോഴാണെന്നുള്ളത് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. മാനേജ്മെന്റ് ഫംഗ്ഷൻ ഇൻ എ സർക്കുലർ മൂവ്മെന്റ് ഈസ് ഷോൺ ബിലോ. റീഅറേഞ്ച് ദ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ലൈക്ക് according to the correct sequence. Identify the concept of management depicted in the diagram. അതൊന്നുമില്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ചുമ്മാ ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ, അതിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്കൊരു ഡയഗ്രാം തരാം, അല്ലെങ്കിൽ ഒരു 10 പേരുടെ പേര് ആഡ് ചെയ്ത് തരാം. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ്. ഇത് ഷഫിൾ ചെയ്ത് നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെ അത് അതിനൊരു ഡയഗ്രാം വരയ്ക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 പോയിന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 പോയിന്റ് ആയിട്ട് ഉത്തരം എഴുതണം. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണെങ്കിൽ ഇട്ടിട്ട് 10A ഇട്ടിട്ട് റീഅറേഞ്ച് ദ മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. അതിന്റെ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ജസ്റ്റ് പോയിന്റ് ആയിട്ട് മാത്രം എഴുതരുത്. ദെൻ ഐഡന്റിഫൈ ദ കൺസെപ്റ്റ്. അപ്പൊ ആ ഡയഗ്രാം വരച്ചിട്ട് അതിനെ കുറിച്ചിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ. ഓൾ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് കംസ് അണ്ടർ വിച്ച് കാറ്റഗറി? ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഐഡന്റിഫൈ ദ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. വാട്ട് ആർ ദ ജനറൽ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദ മാനേജേഴ്സ്? അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നമുക്കൊരു MD, ഇപ്പൊ എന്താ ലെവൽ ഓഫ് മാനേജ്മെന്റ്? ടോപ്പ് ലെവലാണ്. അയാൾ എന്താ ചെയ്യുക? പോളിസി ഫോർമുലേഷൻ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ പ്ലാൻ ചെയ്യുക, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക. കണ്ടോ? അസൈൻ വർക്കേഴ്സ് ടു ഡിഫറെന്റ് ജോബ്സ്, സോൾവ് പ്രോബ്ലംസ് ഓഫ് വർക്കേഴ്സ്, provide job training, looking after safety of workers, send reports. അപ്പം ടു മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഇത് ഓരോ ലെവൽ, ഇപ്പോൾ ഓപ്പറേഷൻ ലെവൽ ആണെങ്കിൽ ആ രീതിയിൽ എഴുതാം. ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. ഇതിപ്പോ മിഡിൽ ലെവൽ മാനേജേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് എക്സാമ്പിൾസ് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനായിട്ട്. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി ഫോളോയിങ് ആർ ദ ലിസ്റ്റ് ഓഫ് മാനേജറിയൽ പേഴ്സണൽ ഇൻ ആൻ ഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ദ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫോർമാൻ ആണെങ്കിൽ ലോവർ ലെവൽ ആയിരിക്കും, ഡിപ്പാർട്ട്മെന്റൽ മാനേജർ ആണെങ്കിൽ മിഡിൽ ലെവൽ ആയിരിക്കും, ജനറൽ മാനേജർ ടോപ്പ് ലെവലാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയ സൂപ്പർവൈസർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മിഡിൽ ലെവലാണോ ഡൗട്ട് വരും. അല്ല, അത് ലോവർ ലെവലാണ്. അപ്പം ഡിവിഷണൽ മാനേജേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, MD, ഡെപ്യൂട്ടി. ഇപ്പൊ സൂപ്പറിൻറ്റൻഡന്റ് ഒക്കെ ആണെങ്കിൽ ലോവർ ലെവലാണ്, അവർ വർക്ക് ചെയ്യുന്ന ടീംസ് ആണ്. സെക്ഷൻ ഓഫീസർ ആണെങ്കിൽ ഓഫീസർ, മാനേജർ എന്നൊക്കെ വരുമ്പോഴത്തേക്കും മിഡിൽ ലെവൽ മാനേജേഴ്സിന്റെ ലെവലിൽ വരും. ഡെപ്യൂട്ടി മാനേജർ ഒക്കെ വരുമ്പോഴായിരിക്കും ടോപ്പ് ലെവലിൽ അവർ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഐഡിയ ആലോചിക്കുക, ഇവർ പോളിസി ഫോർമുലേഷനിൽ വരുമോ? ഇവർ ലിങ്ക് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് ആണെങ്കിൽ അവരാരായിരിക്കും? മിഡിൽ ലെവൽ ആയിരിക്കും. ഓപ്പറേഷൻ ലെവൽ ഡയറക്റ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓപ്പറേഷൻ ലെവൽ ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് റൂം ഡിബേറ്റ് യു ആർഗ്യൂ ദാറ്റ് മാനേജ്മെന്റ് ഇസ് എ പ്രൊഫഷൻ. വാട്ട് ആർ ദ പോയിന്റ്സ് യു വിൽ റേസ്? അപ്പൊ അവിടെ എന്തെഴുതും?
മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ എഴുതണം. അതായത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഇപ്പൊ മാനേജ്മെന്റിനെ കുറിച്ചല്ലേ ക്വസ്റ്റ്യൻ, അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ then സെക്കൻഡ് പാരഗ്രാഫിൽ അത് എലാബറേറ്റ് ചെയ്ത് എഴുതി പോകണം. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, പ്രൊഫഷണൽ അസോസിയേഷനെ കുറിച്ച് എഴുതാം, എക്സ്റ്റൻഷൻ ഓഫ് പ്രൊഫഷണലിസം ആണ് മാനേജ്മെന്റ് എന്നുള്ളത് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് മാനേജ്മെന്റ് ഇസ് എ ഡിസിപ്ലിൻ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതുകൊണ്ട് അപ്പൊ ഇതെല്ലാം പ്രൊഫഷണൽ ലെവലിൽ ഇതെല്ലാം വർക്ക്ഔട്ട് ആവുന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ കോർഡിനേഷനെ കുറിച്ചൊരു ഡെഫിനേഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ദെൻ വൈ കോർഡിനേഷൻ ഈസ് എസൻസ് ഓഫ് മാനേജ്മെന്റ്. ഇത് ആക്ടിവിറ്റീസ് ഒക്കെ സിങ്ക്രണൈസ് ചെയ്യും, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യും, അതിന്റെ മേജർ പോയിന്റ്സ് ഒക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് എഴുതാം, അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ എഴുതാം. നിങ്ങൾക്ക് കീ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരു സ്മോൾ എസ്സേ നിങ്ങൾക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പോയിന്റ്സ് എന്തൊക്കെ എഴുതാൻ പറ്റും? റീഡ് ദ ഫോളോയിങ്. 2 സ്റ്റുഡൻസ് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന അനിൽ പറയാണ് മാനേജ്മെന്റ് ഒരു ഓർഡിനറി ജോബ് ആണ് വിച്ച് ഡസന്റ് റിക്വയർ എനി സ്പെഷ്യൽ നോളജ് ഓർ സ്കിൽ. സുനിൽ പറയാണ് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണ് വിച്ച് റിക്വയർ സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ. വിച്ച് ആർഗ്യുമെന്റ് ഡു യു ഫേവർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. പോയിന്റ് 1. ക്യൂ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണെങ്കിൽ പോയിന്റ് ചെയ്തു. ഫസ്റ്റ് എ, ഹൂസ് ആർഗ്യുമെന്റ് ഡു യു ഫേവർ? ഐ ഫേവർ ഫോർ സുനിൽ. അപ്പൊ ജസ്റ്റിഫൈ ചെയ്യുക. അപ്പൊ ബി, ജസ്റ്റിഫൈ ചെയ്യുന്നത് നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പൊ സുനിൽ പറയാണ് പ്രൊഫഷൻ അല്ലേ, സ്കില്ല് വേണ്ടേ? നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ കാര്യമല്ലേ, ഒരു ഓർഡിനറി ജോബ് അല്ല, അതിനൊരു എക്സ്ട്രാ സ്കില്ല് വേണം. അപ്പൊ പ്രൊഫഷണലിസം ഉണ്ട് അവിടെ, നമ്മൾ അതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്ത് എഴുതി കൊടുക്കുക. സോ ആ രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഓൾറെഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സുനിലിന്റെ മാർക്കാണ് കറക്റ്റ്, സുനിൽ പറഞ്ഞതാണ് ശരി എന്നൊക്കെ പറഞ്ഞു ഓൾറെഡി എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി PPT മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതകൾ 8 മാർക്ക് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ബേസിക് ആയിട്ടും മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് ഓരോ പോയിന്റ് ആയിട്ട് മാനേജ്മെന്റിനെ കുറിച്ച് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക മാനേജ്മെന്റിനെ കുറിച്ച്. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്ലാനിങ് ഓരോന്നും, പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ കൂട്ടത്തിൽ അതിനൊരു സമ്മറി, തേർഡ് പാരഗ്രാഫിൽ ഒരു സമ്മറി എഴുതുക. 3 പോയിന്റ്സ് ആയിട്ട് 3 രീതിയിൽ ഉത്തരം എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാർക്ക് വീഴാനുള്ള സാധ്യത, ദ പ്രസന്റേഷൻ ഓഫ് ദി ആൻസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മാർക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും, അല്ലെങ്കിൽ നേച്ചർ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻസ്, ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. ഇപ്പൊ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് വിത്ത് ദ ലൈറ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് എഴുതും. ഇവിടെ നിങ്ങൾ എന്ത് എഴുതും? മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ എഴുതുക ആദ്യം, ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിനെ കുറിച്ച് എഴുതുക, ദെൻ ഒരു സമ്മറി എഴുതുക. സമ്മറി മാനേജ്മെന്റിനെ കുറിച്ച് എന്താ എഴുതുക? മാനേജ്മെന്റ് ഇങ്ങനെ ടോട്ടലി യൂണിവേഴ്സൽ ആണ്, പ്രിൻസിപ്പിൾസ് ഒക്കെ എല്ലായിടത്തും ആപ്ലിക്കേറ്റ് ചെയ്യും, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാനേജ്മെന്റിന്റെ റെലവൻസ് ആണ് നിങ്ങൾ സമ്മറി ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ ഓൾറെഡി കണ്ടോ, എഫിഷ്യൻസി കൂട്ടും, ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ്, അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആൻസേഴ്സ്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഈ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കോർഡിനേഷൻ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് മിക്കവാറും 1 വേർഡ് ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ തന്നെയാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇവിടെ കോർഡിനേഷൻ നോക്കൂ, ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഗ്രൂപ്പ് എഫേർട്സ് ടു പ്രൊവൈഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ദ പർസ്യൂട്ട് ഓഫ് എ കോമൺ പർപ്പസ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ ഇൻ എ ബിസിനസ് എന്റർപ്രൈസ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സോ നമുക്കിപ്പോൾ മനസ്സിലായി. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ 2 പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ. എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബേസിക് ആയിട്ട് ഫംഗ്ഷൻസ് ചോദിക്കാം, മാനേജ്മെന്റിന്റെ നേച്ചർ ഓർ ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് ഓർ ഇമ്പോർട്ടൻസ്, ഇങ്ങനെ 2 പോയിന്റ് ചിലപ്പോൾ ചോദിക്കാം. അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ചോദിക്കാം. ദെൻ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ചോദിക്കാം എസ്സേ ക്വസ്റ്റ്യനിൽ. അതേപോലെ തന്നെ കോർഡിനേഷനും ചോദിക്കാം. സോ ഇത്രയും ഏരിയാസ് ആണ് നിങ്ങൾ ഇതിൽ കവർ ചെയ്യുന്നത്. ഈ എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഏരിയാസിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും 1 വേർഡ് ക്വസ്റ്റ്യനും 5 മാർക്സ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യനും വരാനുള്ള സാധ്യത ഉണ്ട്.